ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള എവരെയും സ്വാഗതം ചെയ്യുന്നു. കുംഭക്കൂറിൽ ജനിച്ചവർക്ക് 2026 ജൂലൈ മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം പരിശോധിക്കാം. അവിട്ടം, പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഈ കൂറുകാർക്ക് ജൂലൈ മാസം 16 തീയതി വരെ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 5ാം ഭാവത്തിലാണ്. അതിനുശേഷം 6ാം ഭാവത്തിലും. 5ാം ഭാവത്തിലും 6ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചാരഫലം നേർ വിപരീതമാണ്. 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യനെ കൊണ്ട് ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടുമുള്ള ധാരാളം ഉപദ്രവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അസൂയാലുക്കളുടെ തക്കം പാർത്തുള്ള ഉപദ്രവം ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നു. അതുപോലെ ചില രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങൾ അനുഭവിക്കുവാനും സാധ്യതയുണ്ട്. മഹാദേവനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തി ഈ ബുദ്ധിമുട്ടിൽ നിന്നും മോചനം നേടാവുന്നതാണ്. 6ാം ഭാവത്തിലേക്ക് മാറുന്ന സൂര്യൻ ഈ ദോഷങ്ങളെല്ലാം തീർത്തും ഇല്ലാതാക്കും. രോഗദുരിതങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കൂറുകാർക്ക് അതിൽ നിന്നും വളരെ വേഗത്തിലുള്ള മോചനമാണ് 6ാം ഭാവത്തിലെ സൂര്യൻ നൽകുന്ന ചാരഫലം. അതുപോലെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ഇല്ലാതാവും. ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ മിത്രങ്ങളായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ട് ഉണ്ടാവുമെങ്കിൽ മാസത്തിന്റെ അവസാന പകുതിയിൽ ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാവുകയും മനസ്സിന് സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടുകയും ചെയ്യും. ചൊവ്വ ഇവർക്ക് 4ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4ാം ഭാവത്തിലെ ചൊവ്വയുടെ ചാരഫലം അനുകൂലമല്ല. ദുർജന സംസർഗം മൂലം ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉദര സംബന്ധമായിട്ടും രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുന്നത് ഉത്തമമാണ്. ശരീരത്തിൽ ഒടിവും ചതവും ഒക്കെ അനുഭവപ്പെട്ട് രക്തസ്രാവം ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. 4ാം ഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് മൂലം വാഹനങ്ങൾ മൂലം ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ അന്തഛിദ്രങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭദ്രകാളിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുകയും ഭദ്രകാളിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ചൊവ്വയുടെ 4ാം ഭാവത്തിലെ സ്ഥിതി മൂലമുള്ള ദോഷഫലങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കും. ബുധൻ 7ാം തീയതി വരെ ഇവർക്ക് 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം വളരെ അനുകൂലമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. അതുപോലെ ധാരാളം സൗഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റുവാനും അതിൽ നിന്നും സംതൃപ്തി അടയുവാനും ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനും അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കും. എന്നാൽ 7ാം തീയതിക്ക് ശേഷം ബുധൻ ഈ കൂറുകാർക്ക് 5ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7ാം തീയതി മുതൽ ബുധൻ വക്രം പ്രാപിച്ച് മിഥുൻ രാശിയിലേക്ക് സംക്രമിക്കും. വക്രം പ്രാപിച്ച് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ കൂടുതൽ ബലവാൻ ആകുന്നതോടുകൂടി ദോഷഫലങ്ങൾ കാര്യമായി ചെയ്യുകയില്ല. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, സന്താനം ഇവരുമൊക്കെ ആയിട്ട് കലഹമുണ്ടാക്കുന്നതാണെങ്കിലും ഇവിടെ സ്വക്ഷേത്ര ബലവാനായിട്ട് വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദോഷഫലങ്ങൾ ഒന്നും ചെയ്യുന്നതല്ല. നേരെ മറിച്ച് ബുധൻ ഈ കൂറുകാർക്ക് ധാരാളം ഗുണഫലങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് വിദ്യാകാരകനായ ഈ ബുധൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. വ്യാഴം ഈ കൂറുകാർക്ക് 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം അനുകൂലമല്ല. സുഖഭോഗ വസ്തുക്കൾ എത്രമാത്രം ഉണ്ടെങ്കിലും സുഖാനുഭവങ്ങൾ ലഭിക്കുകയില്ല എന്നതാണ് 6ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം. എന്നാൽ ഇവിടെ വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ട് സ്ഥിതി ചെയ്യുന്നത് മൂലം ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്നതല്ല. ഉച്ചസ്ഥനായ ഒരു ഗ്രഹവും ഒരു കൂറുകാർക്കും ദോഷങ്ങൾ ചെയ്യുന്നതല്ല. ഇവിടെ 6ാം ഭാവമായ കർക്കിടകം രാശിയിലെ ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നൽകും. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് മോചനം നൽകും. ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ മോചനം ലഭിക്കുന്നതാണ്. ശുക്രൻ 6ാം തീയതി വരെ ഇവർക്ക് 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. അതിനുശേഷം 7ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. ശുക്രന്റെ 7ാം ഭാവത്തിലെ സ്ഥിതിയും അനുകൂലമല്ല. 6ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി മൂലം ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ സകല കാര്യങ്ങൾക്കും നാശവും സംഭവിക്കാം. പുതുതായി ഏറ്റെടുക്കുന്ന പദ്ധതികളൊക്കെ പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാൻ കഴിയാതെ വരും. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ചാരഫലം സ്ത്രീകൾ മുഖാന്തരം അല്ലെങ്കിൽ പുരുഷന്മാർ മുഖാന്തരം എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. അന്യലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ഒരു ജാഗ്രത പുലർത്തുന്നത് ഈ ദോഷങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാക്കുവാൻ സഹായിക്കും. കുടുംബത്തിൽ
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നതും കൂടുതൽ കുടുംബ ഭദ്രത നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ്. ദുർഗാദേവിക്ക് പ്രീതികരമായ വഴിപാടുകൾ കഴിക്കുകയും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ദോഷങ്ങൾ ഇല്ലാതാക്കാം. ശനി ഈ കുറിക്ക് 2-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുടുംബാംഗങ്ങളുമായും മറ്റ് സ്വജനങ്ങളുമായും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും അവരുമായി കലഹിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഉള്ളതിനാൽ ഇവരുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഈ ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും. പല സന്ദർഭത്തിലും മറ്റുള്ളവരുമായിട്ട് അസത്യങ്ങൾ പറയേണ്ടതായും വരും. അതുപോലെ ലഗ്നഭാവത്തിൽ നിൽക്കുന്ന രാഹുവും ഇവർക്ക് അനുകൂലമല്ല. വിഷഭയം, അഗ്നിഭയം ഇതൊക്കെ ഉണ്ടാകുവാൻ ലഗ്നഭാവത്തിൽ നിൽക്കുന്ന രാഹു കാരണമായേക്കാം. സന്താനാദി കുടുംബങ്ങളുമായി വേർപാട് ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. മഹാദേവന് വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ രാഹുവിനെ കൊണ്ടും അതുപോലെ ശനിയെ കൊണ്ടുമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ കൂടുതൽ സഹായിക്കും. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഭാര്യ കലഹത്തിന് അല്ലെങ്കിൽ ഭർത്തൃകലഹത്തിന് കാരണമായേക്കാം. അതുപോലെ ചില രോഗലക്ഷണങ്ങളും കാണുവാൻ സാധ്യതയുണ്ട്. ഗണപതി ഹോമം നടത്തി ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുന്നതിലൂടെ കേതുവിനെ കൊണ്ടുള്ള ദോഷദുരിതങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ കഴിയുന്നതാണ്. കൂടുതൽ ഗ്രഹങ്ങളും പ്രതികൂലമായിട്ടാണ് കുംഭക്കൂറുകാർക്ക് ഈ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നത് എങ്കിലും പ്രാർത്ഥനയും വഴിപാടുകളും നടത്തിയാൽ ദോഷഫലങ്ങൾ തീർത്തും ഇല്ലാതാവുകയും ഗുണഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനും ഇടവരും. ഈ കൂറിൽപ്പെട്ടവർക്കെല്ലാം കൂടുതൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.